അവർക്ക് മാത്രമായിട്ട് തന്നെ ഒരു അലുമിനായി മെമ്പേഴ്സ് ആണ് ഈ ഇന്ന് ഓണിയർ സ്റ്റുഡിയോയിലുള്ളത്. മാത്രമല്ല ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. സാധാരണ കോളേജസ് വരാൻ നേരത്ത് അവർ മെമ്പേഴ്സ് ഇവിടെ ഇപ്പം ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് വരാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവരുടെ കോളേജിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ പഠിച്ചിട്ടുള്ള പല സെലിബ്രിറ്റീസ് ഈ ഭാഗത്തേക്ക് വരാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ സാധാരണ ഫോണിലാണ് സെലിബ്രിറ്റീസിനെ എടുക്കുന്നെങ്കിലും ഇന്ന് ഈ ഒരു അലുമിനായി റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്നതേ ഒരു സെലിബ്രിറ്റിയാണ്. അതിന്റെ കൂടെ ഇപ്പോഴത്തെ രണ്ട് മറ്റ് ആക്റ്റീവ് മെമ്പേഴ്സും കൂടി ഇപ്പോൾ ഓണർ സ്റ്റുഡിയോയിലുണ്ട്. ഞാൻ എന്തായാലും എല്ലാവരും വെൽക്കം ചെയ്യാണ്. ഓരോരുത്തരെയും നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. വെൽക്കം ഹിറ്റ് FM സ്റ്റുഡിയോയിലോട്ട് ഞാൻ KK എല്ലാവരും വെൽക്കം ചെയ്യാണ്. വെൽക്കം. ഓക്കെ KK എന്താണ് KK സാധാരണ ഗതിയിൽ ഇവിടെ നിന്ന് പിന്നെ ബാക്കി ഫസ്ലും ഷാബും ഏറ്റെടുക്കാറാണ്. KK ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അല്ല, ഞാൻ സംസാരിക്കുന്ന ഗ്യാപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും ആദ്യം നമുക്ക് ഈ കോളേജിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നേരത്തെ നിമ്മി സൂചിപ്പിച്ച ഒരു സെലിബ്രിറ്റി ഡാം 999ന്റെ സംവിധായകൻ ശ്രീ സോഹൻ റോയ്, അദ്ദേഹം ഈ കോളേജിനെ പ്രതിനിധീകരിച്ച് നേരിട്ട് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ കോളേജുമായിട്ട് അദ്ദേഹത്തിനുള്ള വൈകാരികമായ അടുപ്പം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത്. അതെ, മാത്രമല്ല ഇദ്ദേഹം നോക്കുകയാണെങ്കിൽ ഈ ഒരു അലുമിനയുടെ പാസ്റ്റ് പ്രസിഡന്റും കൂടിയായിരുന്നു. ഇതല്ലാതെ നമ്മളുടെ കൂടെ മിസ്റ്റർ രാജേഷ് ബാബു ഉണ്ട്. കൂടാതെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഈ അലുമിനായി പ്രസിഡന്റ് മിസ്റ്റർ ഷൈൻ ജോസും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും എനിക്കാണ് രാജേഷ് ബാബുവിന് പകരം അജിത്ത് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഏതായാലും ഇവരെ 3 പേരുമാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പൊ കോളേജിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ശ്രീ സോഹൻ റോയിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണഗതിയിൽ ഈ ആർട്സ് കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരിക്കും പ്രൊഫഷണൽ കോളേജുകളിൽ. പ്രത്യേകിച്ചും കുസാറ്റ് പോലുള്ള സ്ഥാപനങ്ങളിൽ ആ ഒരു പ്രൊഫഷണൽ അന്തരീക്ഷം വളരെ പ്രകടമായിരിക്കും. എങ്ങനെയാണ് കോളേജിന്റെ ആ ഒരു അനുഭവങ്ങൾ, അന്നത്തെ അനുഭവങ്ങളെ കാണുന്നത്? ഒരുപക്ഷെ ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഡാം 999 ഉണ്ടാവില്ല, ഞാനൊരു സംവിധായകനായി മാറത്തുമില്ല. കാര്യം എന്റെ സംവിധായകൻ മോൾഡ് ചെയ്യപ്പെട്ടത് ആ ക്യാമ്പസിൽ നിന്നാണ്. അതിന് ഒരു തർക്കമില്ല. കാര്യം അവിടുത്തെ അന്നത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. കാര്യം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി ലെവലിൽ വരുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ബേസിക്കലി അന്ന് ആ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പക്ക റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. എല്ലാവരും ഡോക്ടർ PhDക്ക് വേണ്ടി ചെയ്യുന്നു. ഞങ്ങൾ മാത്രം അവിടെ പ്രീ ഡിഗ്രി ലെവലിൽ വന്നിട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു ഈ ക്യാമ്പസിനെ സജീവമാക്കി നിർത്തുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഴയ തലമുറ തൊട്ട് തന്നെ അവിടെ കലാപരമായിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പൊ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അവിടുത്തെ ആർട്സ് ക്ലബ്ബ് കംപ്ലീറ്റ് ആക്റ്റീവായിട്ട് നിർത്തുക. അപ്പൊ അതോടൊപ്പം തന്നെ എന്റെ പേഴ്സണലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു മോർ ദാൻ 50 ഡ്രാമ സ്കിറ്റ്സ് ഞാൻ പേഴ്സണലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വേദി ഒരുക്കി തന്നത് ക്യാമ്പസാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമ്പസിനെ മറക്കാൻ പറ്റത്തില്ല. അവിടെ നിന്നാണ് എന്റെ തുടക്കം. പ്രത്യേകിച്ചും ഈ പ്രൊഫഷണൽ കോളേജിലാകുമ്പോൾ ഈ അസൈൻമെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഒരു പഠിപ്പിസ്റ്റുകളായിട്ട് മാറുന്നൊരവസ്ഥയാണുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ആർട്സ് ക്ലബും കാര്യങ്ങളുമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം ഇല്ല. ആക്ച്വലി അത് ഞങ്ങളുടെ അവിടുത്തെ കൾച്ചർ വാസ് ടോട്ടലി ഡിഫറെന്റ്. കാര്യം അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു ഫോറിൻ കൊളാബറേഷനിൽ നടത്തിയ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അന്ന് ഇതാണ്. IIT ഖരഗ്പൂർ കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അന്ന് ജർമ്മൻ കൊളാബറേഷനിൽ ഞങ്ങളുടെ അധ്യാപകരെല്ലാം ജർമ്മൻസ് ആയിരുന്നു. അപ്പൊ അവര് അവിടുത്തെ ഒരു ടീച്ചിങ് മെത്തേഡ് തന്നെയാണ്. അപ്പൊ അല്ലാതെ 24 hours പഠിത്തം ആ ഒരു കൾച്ചറേ അല്ലായിരുന്നു. അതുപോലെ തന്നെ ഫിൽട്രേഷൻ പ്രോസസ്സ് തന്നെ വളരെ ഹൈ ആണ്. സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിന് വ്യത്യാസമായിട്ട് ഏറ്റവും ഹൈ മാർക്സ് വേണ്ട ഒരു സാധനമാണ്. അന്ന് തന്നെ 70% മിനിമം ഉണ്ടെങ്കിലേ എൻട്രൻസ് പോലും എഴുതാൻ പറ്റത്തുള്ളൂ. അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു എല്ലാവർക്കും ഒരു മിനിമം ആ ഒരു ലെവലുള്ളതുകൊണ്ട് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ പോലും അവർക്ക് ആ ഒരു കോഴ്സ് സ്വയം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ബേസിക്കലി വേണ്ടത് എൻഡ് ഓഫ് ദ ഡേ ഒരു 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ അതിന്റെ അവസാനം ഞങ്ങൾ ജോബ് ഒരു കപ്പൽ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുക. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ലെവൽസ് ആണ്. അപ്പം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ടാർഗറ്റ് എന്താണെന്നുള്ളത്. അപ്പൊ അതിനിടയിൽ ഇത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രോജക്ട് മാനേജ്മെന്റ് പോലെയാണ് ഞങ്ങൾ ഓരോ വിദ്യാർത്ഥികളെയും ഞങ്ങൾ മോൾഡ് ചെയ്യുന്നത്. കാര്യം ഞങ്ങൾ ഒരു യൂണിറ്റി ഓഫ് ദ മൈനോറിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞങ്ങൾ ഏറ്റവും വളരെ കുറച്ച് പേരേ ഉള്ളൂ. അന്ന് 20 പേരെ ഉള്ളൊരു ബാച്ച്. അപ്പൊ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് 20 പേരെ വെച്ചിട്ട് മാക്സിമം ഞങ്ങളുടെ പ്രസൻസ് എല്ലായിടും അറിയിക്കുക. അപ്പൊ ഓരോ വിദ്യാർത്ഥിക്കും ഓരോ അസൈൻമെന്റ് പോലെയാണ്, ഓരോ പ്രോജക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു ഡ്രാമ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരാൾ ഇൻചാർജ് ആണ്. അപ്പം പുള്ളിയെ സംബന്ധിച്ചുള്ള അതൊരു പ്രോജക്റ്റ് ആണ്. അപ്പം ആ രീതിയിൽ ആ പ്രോജക്ട് മാനേജ്മെന്റിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ടായിരിക്കും. ഇന്ന് അവിടുന്ന് പഠിച്ചിറങ്ങിയ മിക്കവാറും എല്ലാവരും ബഹുഭൂരിപക്ഷവും ഈ പ്രോജക്ട് മാനേജ്മെന്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നത്. ഏത് വർഷമാണ് അവിടുന്ന് 4.5 വർഷം എന്ന് പറയുമ്പോൾ ഏത് വർഷമാണ് അവിടുന്ന് പാസ് ഔട്ട് ചെയ്ത്? ഏത് വർഷമായിരുന്നു? 1990 പാസ് ഔട്ട് ചെയ്തു. ഓക്കെ, ബാക്കി 2 പേരിലേക്ക്. ഷിപ്പ് ടെക്നോളജി കോളേജിനെ പറ്റി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറയാണ് ഈ കോളേജ് 78 മുതൽ ഉള്ളൊരു കോളേജ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റും കോളേജും തമ്മിലൊരു കൺഫ്യൂഷനാണ് ഞങ്ങൾക്ക് വന്നുപോയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അത് വ്യക്തമായിട്ട് പറയേണ്ടതാണ്. പിന്നെ കുറച്ച് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അറിയപ്പെടാതിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഈ ഷിപ്പ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള
കോഴ്സുകളിൽ 5-6 കോഴ്സ് നടത്തുന്നതിൽ ഒരു കോളേജാണിത്. അപ്പൊ അതാണ് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഏതായാലും ഇന്ന് ഇപ്പം കറന്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷൈൻ ജോസ് എന്താണ് പറയുന്നത്? ഈ സോഹൻ ഓൾമോസ്റ്റ് നമ്മുടെ എന്താ പറയാ ക്രീം എങ്ങനെയാണ് ഞങ്ങൾ ക്രീം മോൾഡ് ചെയ്ത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഈ കോളേജിൽ ശരിക്കും പറഞ്ഞാൽ 20 പേരേ ഉള്ളൂ ഒരു വർഷം എൻട്രൻസ് എഴുതി വരുന്നത്. അവര് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി കേരളത്തിലെ തന്നെ ക്രീം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊക്കെ അന്ന് കിട്ടിയപ്പോ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ ഈ കോളേജിനെ പറ്റി നിങ്ങളുടെ മാതിരി തന്നെ എനിക്കും ഇതിനെപ്പറ്റി യാതൊരു കാര്യവുമില്ല. എന്താ പറയാ, നമ്മള് കോളേജ് സൈഡില് മലയാളത്തില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് നാവിക വാസ്തുവിദ്യയും കപ്പൽ നിർമ്മാണവും എന്ന് മലയാളത്തിൽ തർജ്ജിമ ചെയ്ത് അതിനെപ്പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ആരാണ് അപ്പം ഇതിലേക്ക് കൊണ്ടുപോയത് ഈ ഷിപ്പ് ടെക്നോളജിയിലോട്ട്? കറക്റ്റ്. ഈ ശരിക്കും പറഞ്ഞാൽ ഒരു പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തു. പിന്നെ ആണ് അതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ചത്. അപ്പോഴാണ് അറിഞ്ഞത് ഇത് വളരെ സ്കോപ്പുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ഇൻ കേസ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അന്ന് എന്റെ കൂടെ പഠിച്ചവർക്കും മിക്കവർക്കും ആണെങ്കിലും മറ്റ് എഞ്ചിനീയറിംഗിന് കിട്ടിയവരൊക്കെ ഉണ്ട്, ഹൈ റാങ്ക്സ് ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ നോബഡി റിഗ്രറ്റ്സ് വാട്ട് ഡിസിഷൻ ദേ ഹാവ് മെയ്ഡ് ചൂസിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നോളജി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കേസിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ഇവിടേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ ക്യാൻവാസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെല്ലാം പ്ലേസ്ഡ് ആകാണ്, എല്ലാവരും ഹൈലി പ്ലേസ്ഡ് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. പിന്നെ ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ് UAE സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അറൌണ്ട് ഇപ്പം പാസ് ഔട്ട് ആയിട്ട് അലുമിനിയിൽ 800-ൽ പരം ആൾക്കാരാണ് ഞങ്ങളുടെ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ളത്. അതിനകത്തുനിന്ന് ഒരു 180ഓളം ആൾക്കാർ UAE-യിലാണ്. അവിടെ ഒരു കാര്യം, സാധാരണ നമ്മുടെ ഈ ആർട്സ് കോളേജിലൊക്കെ ആണെങ്കിൽ ഒരു ബാച്ചിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. ഇതിപ്പോ എൻട്രൻസ് വഴി വളരെ കുറച്ച് കുട്ടികളാണ് ഓരോ വർഷവും വരുന്നത്. അപ്പോൾ ഒരു അടുപ്പം, അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഈ പഠിക്കുന്ന കുട്ടികൾ, സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള കോളേജുകളിലൊക്കെ സൗഹൃദം ഉണ്ടായി വരാനായിട്ട് സമയമെടുക്കും. പക്ഷെ ഇത് ഒരു അടുപ്പം വളരെ ശക്തമായിരിക്കും. അതാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ മിഡിൽ ഈസ്റ്റ് അലുമിനി ഓഫ് ഷിപ്പ് ടെക്നോളജി, അതായത് സോഹനൊക്കെ വൺ ഓഫ് ദി ഫൗണ്ടർ മെമ്പേഴ്സ് ആണ്. അതായത് 96-ലാണ് ശരിക്കും പറഞ്ഞാൽ ഫോർമലായിട്ട് മിഡിൽ ഈസ്റ്റ് അലുമിനി ഓഫ് ഷിപ്പ് ടെക്നോളജി ഫോം ചെയ്തത്. അന്ന് സോഹൻ പറയുന്നത് 26 മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ. അതിൽ നിന്നും വളർന്ന് ഇപ്പോൾ ഒരു 180 മെമ്പേഴ്സായി. സാധാരണ ഒരു ആർട്സ് കോളേജോ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു ആനുവൽ മീറ്റ് ഞങ്ങൾ വർഷത്തില് മെയിൻ 2 ഇവന്റ്സ് ആണ് ഞങ്ങളുടെ അലുമിനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഓണാഘോഷം, പിന്നെ ഒരു ആനുവൽ ഗ്യാതറിംഗ്. ഈ ആനുവൽ ഗ്യാതറിംഗിലും ഈ ഓണാഘോഷത്തിലും ഞങ്ങൾക്ക് അറൌണ്ട് 80% to 70 to 80% ആൾക്കാർ സംബന്ധിക്കും, അതായത് മെമ്പേഴ്സ്. വേറാസ് മറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 1000-1000 പരം ഉള്ള ആൾക്കാർക്ക് അവർക്ക് 160 പേരെ തൊട്ട് 200 പേരെ വരെ ഒരു ഇവന്റിന് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ അടുപ്പം വളരെയധികം ഉണ്ട്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും അറിയാം. പിന്നെ ഈ പറഞ്ഞ മാതിരി വളരെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല റേഞ്ച് ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഇപ്പം സോഹനെ സംബന്ധിച്ചിടത്തോളം സോഹൻ ഇപ്പം നമ്മുടെ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ട്, അപ്പം സോഹൻ ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സോഹൻ വിതൗട്ട് എനി ഹെസിറ്റേഷൻ ഹി കെയിം. സോ ഹി ഈസ് എ ബിസി പേഴ്സൺ. ഞാൻ ഇന്നിപ്പം രാവിലെ പുള്ളിയോട് ചോദിച്ചേ ഉള്ളൂ, എന്താ UAE-ൽ ഇത്ര നേരം നിൽക്കുന്നത്? കാരണം ആഴ്ചകളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾ പോലെ പുള്ളി ഇവിടെ നിൽക്കാറുള്ളൂ. അതാണ് ഞങ്ങളുടെ കോളേജ്. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന് പറയുന്ന മാതിരി ചെറിയ അലുമിനായി, അതായത് അധികം മെമ്പേഴ്സ് ഇല്ല, പക്ഷെ ഉള്ളവരെല്ലാവരും എല്ലാത്തിലും ഒരുപോലെ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആക്ച്വലി ഇത് ആദ്യമേ ചോദിക്കുന്നതായിരിക്കും, ഷിപ്പ് ടെക്നോളജി എന്ന് പറയുമ്പം അത്ര കേട്ടിട്ടില്ല എന്നെങ്കിൽ കൂടിയും അപ്പം നിങ്ങളുടെ ആൾക്കാരും കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അലുമിനയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാകും എന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുകയായിരുന്നു. എന്നാലും ഏകദേശം 180 അല്ലേ? എത്ര 180 ആണ് ഇവിടെയുള്ളത്. മൊത്തം നോക്കുകയാണെങ്കിൽ ഒരുപാട് 800-ൽ പരം ആൾക്കാർ പാസ് ഔട്ട് ആയിട്ടുണ്ടാവും. ശരി, ഓക്കെ. എന്താണേലും ഇപ്പൊ ഇത്രയും നേരം നമ്മൾ അലുമിനായെ കുറിച്ച് പറഞ്ഞു. സാധാരണ കോളേജ് മെമ്മറീസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് കോളേജ് മെമ്മറീസിലൂടെ തന്നെയായിരിക്കും. അതായത് നിങ്ങളുടെ കിസാറ്റ് എന്ന് പറയാൻ നേരത്തെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു സർവകലാശാല, യൂണിവേഴ്സിറ്റി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പല കഥകൾ പറയാനായിട്ടുണ്ടാവും. നിങ്ങളുടെ ഫീമെയിൽ സ്ട്രെങ്ത് തന്നെ ഉണ്ടായിരുന്നു ഷിപ്പ് ടെക്നോളജി എന്നൊക്കെ പറയാൻ നേരത്ത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ ബാച്ച്, അതായത് എന്റെ ബാച്ച് ഭാഗ്യമുള്ള ബാച്ചാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ സീനിയേഴ്സിനൊക്കെ നോക്കാനായിട്ട് 5 പെൺപിള്ളേർ എന്റെ ബാച്ചിലുണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ആക്ച്വലി 5 പെൺകുട്ടികൾ ഒരു ബാച്ചിൽ വരുന്ന ആദ്യത്തെ ബാച്ചായിരുന്നു ഞങ്ങളുടെ. അതെ, അതിന് മുമ്പ് കംപ്ലീറ്റ് മെയിൽ ഇല്ല. ആക്ച്വലി ആദ്യമൊന്നും പെൺകുട്ടികളില്ലായിരുന്നു ഈ കോഴ്സിന്. പിന്നീട് 1 എന്ന് പറഞ്ഞ് തുടങ്ങി. ഞങ്ങളുടെ ബാച്ച് വരുമ്പോഴാണ്, ഞങ്ങളുടെ 11th ബാച്ചായിരുന്നു. 11th ബാച്ച് എത്തിയപ്പോഴത്തേക്ക് 2 പെൺകുട്ടികൾ വന്നു.
പിന്നീട് ആണ് 2, 3 വന്ന്. അത് ഏറ്റവും റെക്കോർഡ് വന്നത് ഷൈന്റെ ബാച്ചിലാണ് 5 പേര് വന്നത്. ഈ പെൺകുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് ഈ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്. ഇത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരു ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഷിപ്പിന്റെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് മേഖലകളിലാണെങ്കിലും ഇപ്പോ പെൺകുട്ടികൾക്ക് മാത്രമല്ല ഇപ്പൊ എല്ലാ മേഖലയിലും അങ്ങനെ ഒരു സ്ത്രീ പുരുഷ സാന്നിധ്യം വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. അത് തന്നെയല്ല, വേറൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ആ കപ്പൽ ഷിപ്പ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ ഷിപ്പി എന്താ പറയാ ഷിപ്പിന്റെ സെയിൽ ചെയ്ത് പോകണം അല്ലെങ്കിൽ മെറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് ഇങ്ങനെ കടന്നു വരാതിരിക്കുന്നത്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണിത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് കേൾക്കാൻ പോകുന്നത് ഇവരുടെ കോളേജിൽ ഇവർ പഠിച്ചിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഇവരുടെ മെമ്മറിയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറെ നല്ല കാര്യങ്ങൾ. ആർട്സ് ഒക്കെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അപ്പൊ ഒരു ചാൻസ് ഇഷ്ടം പോലെയാണ്. അല്ലല്ലേ നിമ്മി കോളേജ് കാലത്ത് നല്ല സ്മരണകൾ, നല്ല മെമ്മറീസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒടുവിൽ ചോദിച്ചത് അല്ല ഫീമെയിൽ സ്ട്രെങ്ത് എത്രയായിരുന്നു നിമ്മിക്ക് വേണ്ട മറുപടി കിട്ടിയിട്ടില്ല. അത് പലപ്പോഴും കോളേജ് മെമ്മറീസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് പലരിൽ നിന്നും നമുക്കത് കിട്ടൂല. കാര്യം വന്നിരുന്ന് ഉടനെ തന്നെ നമ്മൾ എങ്ങനെ അതൊക്കെ പറയാം, അതിനൊക്കെ ഒരു സമയം വേണ്ടേ. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും കേൾക്കാം. കൊച്ചി നഗരത്തിലുള്ള കൊച്ചു യൂണിവേഴ്സിറ്റിയിൽ ആങ്കറിട്ടു ബങ്കർ ചെയ്ത ഷിപ്പികൾ ഞങ്ങൾ. എൻട്രൻസ് എക്സാം കഴിയുമ്പോൾ ഇന്റർവ്യൂ ഡേറ്റ് ആയാൽ പിന്നെ ടാഗ് ചെയ്ത് രസിക്കുന്ന സീനിയേഴ്സ് ഞങ്ങൾ. ബ്ലാസ്റ്റു ചെയ്തു പെയിന്റ് അടിച്ച മോന്തയുള്ള മകനുമായി പൈലറ്റു ബോട്ടായി അപ്പൻ കടന്നു വരും. ഹോസ്റ്റൽ വേണം, ഡോക്കു ചെയ്യാൻ മൂട്ടയില്ല ബർത്തു വേണം, മുറിയാനായി ഡീസന്റായ പാർട്ടിയും വേണം. പച്ചവെള്ളം ചവയ്ക്കുന്ന പച്ചപ്പാവം പയ്യൻ 7 പട്ടവീരൻ ക്ലാസ്മേറ്റിന്റെ മുറിയനായി. മുറി ബീഡി വലിക്കുവാൻ മുറിയനെ പഠിപ്പിച്ചു, തെറിവിളി പൊടിയടി ശീലവുമായി. നോർത്തിലുള്ള പട്ടകേറ്റി സ്റ്റെബിലിറ്റി പോകും നേരം സൗത്തിലുള്ള കള്ളടിച്ചു ബല്ലാസ്റ്റു ചെയ്യാം. ഉച്ചപ്പാടം ഹോബിയായി, രാത്രിപ്പാടം നീലയായി, വേലിച്ചാട്ടം ഇടയ്ക്കിടെ നിർബന്ധമായി. റാഗിങ്ങായാൽ സൂക്ഷിക്കണം, ഉടുതുണിയൂരിഞ്ഞിടും, എതിർക്കല്ലേ ഒരു വിലക്കുറപ്പു തന്നെ. ക്ലാസ്സിലൊന്നും കയറാതെ കാന്റീൻ കത്തി തകർക്കണം, സൂപ്പർ സ്ട്രക്ചർ സർവേ ചെയ്തു പഠിച്ചിടണം. കോപ്പിയടി ശീലമാക്കാൻ തുണ്ടെഴുതി പഠിക്കണം, മാഷന്മാരെ മസ്തിയിട്ടാൽ ഇന്റേണൽസ് ഓക്കേ. പ്രോജക്റ്റ് എന്ന പ്രഹസനം, സബിന്റെ എണ്ണം കൂട്ടാൻ മാത്രം ജൂനിയേഴ്സ് സഹായിച്ചാൽ സബ്മിറ്റ് ചെയ്യാം.
സെന്റ് ഓഫ് ഡേയിൽ സ്മോൾ അടിച്ചാൽ സെന്റിമെന്റലാകും ചിലർ, വയലന്റായാൽ പേറി ഇംഗ്ലീഷിൽ മാത്രം. കുടുംബത്തെ വെളുപ്പിക്കാൻ ട്രെയിനിങ് നടത്തണം, ലഞ്ചടിക്കാൻ മാത്രമായി ഷിപ്പ്യാർഡിൽ പോണം. സ്പോർട്സ് ഡേയിൽ പങ്കുവേണം, ലേഡീസിന്റെ ജമ്പു കാണാം, താഴെ വീഴും സഖിമാർക്ക് കേടിലാവണം. പല പ്രേമം നടിക്കണം, ഒരുത്തിയെ വളയ്ക്കണം, അതിലൊട്ടു കൂടുങ്ങാതെ ട്രയൽസു പോണം. ലൈബ്രറി ഫ്രീ അല്ലെങ്കിൽ പ്രോജക്ട് ഹാളിൽ കയറ്റണം, അവിടെയും ബിസി എങ്കിൽ അകൃഷയില്ലേ. ഹോസ്റ്റൽ റൂമിൽ കയറ്റുവാൻ ഹോസ്റ്റൽ ഡേക്കും ശ്രമിക്കണം, SMS-ൽ കറ്റാമാറേൻ പോലിരിക്കണം. വിരളമാം തരുണിമാർ വിരുദ്ധരെ മെരുക്കുന്നു, ഏതളമായൊരു തന്റെ പുറകിലേറാൻ. വിലസുവാൻ കാശിനായി വീട്ടിലേക്ക് ഡിസ്ട്രസ് സിഗ്നൽ, ഫ്രണ്ട്സ് ഒക്കെ തീർന്നെന്റെ പലയിത്ത് വേണം. മണി ഓർഡർ വന്നാലുടൻ ഒരു ഫ്ലീറ്റു ചരക്കുമായി സിനിമയ്ക്കു പോകാം, ലൈൻസ് ഫെയർ ചെയ്യാം. കമ്മിറ്റി എടുക്കണം, കള്ളബില്ലു കയറ്റണം, കടഭാരം കൂട്ടിക്കൂട്ടി മെസ്സു മുക്കണം. പഠിത്തത്തിൽ ഉഴപ്പിയാൽ കോട്ടൺ സ്റ്റാർ ബോർഡ് അറിയാതെ ഗൾഫിൽ പോകാൻ വിസയ്ക്കായി തെണ്ടിത്തിരിയാം. വിസിറ്റ് വിസ തരപ്പെട്ടാൽ ഫസ്റ്റ് ഫ്ലൈറ്റ് പിടിക്കണം, കിട്ടുന്ന CV കാട്ടി പണി നേടണം. പാരവെപ്പിൻ സ്പെഷ്യലിസ്റ്റും പാവം പോലെ നടിക്കാവൂ, പാരകേറ്റി ചേട്ടന്മാരെ പറത്താൻ. ലേഡീസ് ഹോസ്റ്റൽ നിരന്തരം നിരങ്ങുന്ന ഞരമ്പന് സ്ട്രക്ചറൽ അനലിസ്റ്റായി വിസ ലഭിക്കാം. വിസ കിട്ടിയാലുടനടി ഡ്രൈവിംഗ് യജ്ഞം തുടങ്ങണം, പെണ്ണു കെട്ടാൻ പരവേശം കാട്ടിപ്പൂട്ടണം. ചളുങ്ങിയ ബോഡി പ്ലാനും കൂടെ കമ്പി പ്രൊഫൈലുമായി ഗ്ലാമറുള്ള പെണ്ണു തേടി അലഞ്ഞിടുന്നു. PNA-ലെ പേപ്പറിന് ഡൗറി ടെൻഡർ വിളിക്കുമ്പോൾ സപ്ലിയുടെ മാർക്ക് അഡീഷണൽ ചാർജാണ്. വിവാഹമൊന്നുറപ്പിച്ചാൽ ചാനലൊക്കെ ക്ലിയറായാൽ പാതിരാത്രി പഞ്ചാരയ്ക്കു മൊബൈലു വേണം. വിവാഹമൊന്നുറപ്പിച്ചാൽ
ടെലിഫോൺ ബിൽ കാണും നാളിൽ നെഞ്ചിടിപ്പു കൂടും നേരം ഇന്റർനെറ്റിൽ ചാറ്റു ചെയ്ത് ലോസ് അഡ്ജസ്റ്റ് ചെയ്യാം. പെണ്ണു കാണൽ ചടങ്ങതിൽ അരയെന്ന പിടയായി ആദ്യ രാത്രി പൂച്ച പോലെ പമ്മി വന്നവൾ. വിസ കിട്ടി ഗൾഫിൽ വന്നു വിധം മാറിപ്പുരയായി ആന പോലെ മെയിന്റനൻസു ചിലവു കൂടി. സടപോയ സിംഹം നമ്മൾ സ്മോൾ അടിക്കാൻ മാർഗമില്ല. ക്ലാസും പോയി ഫ്ലാഗും പോയി ലൈഫ് സ്ക്രാപ്പായി പോയി. എന്തായാലും ഇപ്പോ നമ്മളോടൊപ്പം ഉള്ളത് ക്യുസാറ്റിലെ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് അലുമിനായി മെമ്പേഴ്സ് ആണ്. അപ്പം ഡാം 999 എന്ന മൂവി ഡയറക്ടർ മിസ്റ്റർ സോഹൻ റോയ്, അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഓൺ-എയർ ഉണ്ട്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ഞങ്ങൾ ഈ പാട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇവരുടെ മനസ്സിലേക്കൊന്ന് ഇളക്കിയിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ